ഈ മൈക്കിന്റെ മുമ്പിൽ വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല അയ്യപ്പോന്ന് ഇങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മൈക്കിന്റെ മുമ്പിൽ വെച്ച് ഞാൻ വലിയ അങ്ങനൊന്നുമല്ല. ഒരു പൊതുയോഗത്ത് മൈക്കിൽ ശബരിമല സ്വാമി അയ്യപ്പൻ എന്തിനാ വിളിക്കുന്നത്? ആരെ കാണിക്കാനാ? ഇതൊന്നും ശരിയല്ല. അപ്പൊ ആ പോസ്റ്റിന് പറ്റിയ പക്വതയല്ലത്. മനസ്സിലായില്ലേ? വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ സ്ഥാനത്തൊക്കെ വരുന്നവരെയും സൂക്ഷിച്ച് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോ ട്രിവാൻഡ്രത്തുകാരനായ ഒരു വക്കീൽ അദ്ദേഹത്തിന്റെ പ്രസിഡന്റായിരുന്നു ഞാൻ മിനിസ്റ്ററായിരുന്നപ്പോൾ. എത്ര പെർഫെക്റ്റ് ആയിരുന്നു, എത്ര പെർഫെക്റ്റ് ആയിരുന്നു. പാർട്ടിക്കാരനായിരുന്നു, പക്ഷെ എത്ര പെർഫെക്റ്റ് ആയിരുന്നു. ഒരാരോപണം ഉന്നയിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരാളെ വന്ന് പ്രസിഡന്റായിട്ട്. പലപ്പോഴും ഇതിന്റെ ഭാരവാഹികളായി വരുന്നവരുടെ അപക്വതകളും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമാണ്. എഴുത്താൻ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. കുഞ്ചൻനമ്പ്യാർ സ്മാരകത്തിൽ വെച്ച് അവിടെ കൊണ്ടുവരുമായിരുന്നു, പിന്നെ തകഴി സ്മാരകത്തിൽ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ പുന്നപ്ര SNDP ശാഖയിൽ എല്ലാ വർഷവും നടത്തുന്നുണ്ട് കൃത്യമായി. കാരണം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുകൂടിയാണല്ലോ സംഘടന കൊണ്ട് ശക്തരാവുകയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുകയും വേണമെന്നല്ലേ ഗുരുദേവൻ പറഞ്ഞു. അത് ശിരസാ വഹിച്ചുകൊണ്ട് ഇവിടുത്തെ ഭാരവാഹികൾ രവീന്ദ്ര സാറും അവരെല്ലാവരും എല്ലാ വർഷവും നടത്തുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ കുറച്ച് കുട്ടികൾ വരും. ഞാനിപ്പോൾ അവിടെയൊക്കെ പോയി അവരെ കൂടി ഒന്ന് എഴുതി കണ്ടതായിട്ട്. പിന്നെ ചേർത്തല ധനത്തെഴുത്താശാന്മാരുടെ സംസ്ഥാന സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ. അവിടെ കുട്ടികൾ വരും. ഇത്തവണ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കേരളോപതി പണ്ട് പോകുമായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത്തവണ കേരളോപതിയിൽ നമ്മൾ പോകുന്നില്ല, നടത്താറുണ്ട്. അല്ല, അത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ. ഈ ഇന്നിപ്പം വിജയദശമി വിദ്യാരംഭമല്ലേ, അതും ശബരിമലയായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അല്ല, അതേപ്പറ്റി ഒന്നും പറയാനില്ല. അതേപ്പറ്റി ഇപ്പൊ നമ്മള് നല്ല കാര്യം പറഞ്ഞാൽ എതിര് പറയാൻ ആള് നിൽക്കല്ലേ. അത് ചർച്ച നടക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതേപ്പറ്റി ഞാൻ അവിടെ അമ്പലപ്പുഴ മീറ്റിംഗ് വെച്ച് പറഞ്ഞല്ലോ, നമ്മുടെ കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്, അന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. കേരളം ഇപ്പോൾ പലതരക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യത്തിലും ശരിയായ ഒരു കാര്യത്തിൽ ശരിയായ ഒരു അഭിപ്രായം അല്ലാതെ തെറ്റായി പറയാനും ആളുകൾ തയ്യാറാണ്. അതിപ്പോ കേരളത്തിന്റെ പ്രത്യേകത. ഇതൊക്കെ തെറ്റാണ്, അതെല്ലാം കണ്ടുപിടിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് എല്ലാവരും അങ്ങ് പറയുകയല്ലേ വേണ്ടത്. അങ്ങനെ പറയുന്നവരുമുണ്ട്, തിരിച്ചും മറിച്ചും പറയുന്നവരുമുണ്ട്. അവിടെ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല കാര്യത്തിൽ. പിന്നെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. വിഷയം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ദേവസ്വങ്ങൾ മൊത്തം അഴിമതിയായിരുന്നു. ദേവസ്വം ബോർഡ് തന്നെ അഴിമതിയായിരുന്നു. ആ ദേവസ്വം ബോർഡിനെ ഞങ്ങൾക്ക് പിരിച്ചുവിട്ടില്ലേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 പേരുള്ള സമിതിയെ. മാസ്റ്റർ പ്ലാൻ എല്ലാം തർക്കത്തിൽ കിടന്ന് എല്ലാവരെയും വിളിച്ചുകൂടി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചാണല്ലോ ഒന്ന്. ഈ റോപ്പ് വഴിയൊക്കെ അതിനകത്ത് ഉള്ളതായിരുന്നു. പിന്നെ പുതിയ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം നിയമം കൊണ്ടുവന്നില്ലേ, അതിലൊരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടാവണം നിർബന്ധമാക്കിയില്ല, റിസർവ് ചെയ്തില്ലേ. 50 വയസ്സ് തികഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം. അവര് പുരാണങ്ങളിലൊക്കെ ഒരു അറിവുള്ള സ്ത്രീ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം 50 വയസ്സിന് താഴെ ശബരിമല കയറാക്കുന്നില്ല, അതുകൊണ്ട് 50 എന്ന് വെച്ചു. ആ നിയമം പാസ്സായി. മലബാർ ദേവസ്വം ബോർഡ് നിയമം പാസ്സാക്കി എടുത്തു. ഗുരുവായൂരിൽ ചുരിദാറിട്ടുകൊണ്ട് കയറാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ ഇതെല്ലാം മാറ്റങ്ങൾ വന്നു ആ കാലത്ത്. ഇല്ല, തിരിച്ചു പോകുന്നൊന്നുമല്ല പറയുന്നത്. അങ്ങനെ ആ 3.5 വർഷം ഞാൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അതുവരെ ഇല്ലാത്തതും ജനങ്ങൾ ആഗ്രഹിച്ചതുമായ ഭക്തജനങ്ങൾ ആഗ്രഹിച്ച പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അത് ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ, പിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നതല്ലല്ലോ. അന്നത്തെ ഗവൺമെന്റും അന്നത്തെ ഇടതുപക്ഷ മുന്നണിയും കൊണ്ടുവന്നതാണ്. എല്ലാ തരത്തിലുള്ള ഇതിനൊക്കെ എതിർത്ത ചില ശക്തികളുണ്ടായിരുന്നു. അത് അവരുടെ ചിലത് നഷ്ടപ്പെട്ടു പോകും. അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചില്ല. വിവാദം ഉണ്ടാകുന്നതിൽ സംശയമുള്ളതുകൊണ്ട് മനഃപൂർവ്വ വിവാദം ഉണ്ടാക്കുന്നവരുമുണ്ട്. അതിനൊക്കെ മറുപടി പറയുന്നത് സൂക്ഷിച്ചു വേണം. പക്ഷേ ദേവസ്വം ബോർഡിലൊക്കെ ഭാരവാഹികളിരുന്നവരോ മെമ്പർമാരായിരുന്നവരോ അത് കയറി ഇടപെടുമ്പോൾ അവരെപ്പറ്റി സ്പെസിഫിക് ആയ ഒരു ആരോപണം വരാത്ത സമയത്ത് കയറി ഇടപെട്ടിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഇത് എന്നെ പറ്റിയാണോ എന്ന് അവർക്ക് സംശയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഗവൺമെന്റ് ഏജൻസികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എങ്ങനെ പോകുന്ന മനുഷ്യൻ അത്രമാത്രം വികൃത മനസ്കരായതുകൊണ്ട് അല്ല. എങ്ങനെയാ പോകുന്നത്?
മലയാളികൾ ഒരു കൂട്ടം ദൈവത്തിനെ ശബരിമല അയ്യപ്പനെ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ അവസരം കിട്ടി അവർ ചെയ്യും. അയ്യപ്പനങ്ങും പോകില്ല, അയ്യപ്പന്റെ വിഗ്രഹം അയ്യപ്പനോടെ പോകാനാ. അത് ഒരു സാർവ്വ ലോക ശക്തിയാന്നല്ലേ വിശ്വാസികൾ പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ നിയമസഭയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേപ്പറ്റി ഇതിപ്പോ ഓർമ്മിക്കാൻ പോലും ആളില്ല. ഇടതുപക്ഷ ഗവൺമെന്റാണ് ഇതൊക്കെ ചെയ്തത്, എല്ലാം ചെയ്തു. അവസാനം തന്ത്രിമാരും പൂജാരികളും വേണം നമ്മളോട് സഹകരിച്ചു. ആദ്യമൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പരിശ്രമമായിട്ടൊക്കെ അവരെ പറ്റി സംസാരിച്ചു ആദ്യം. അതൊക്കെ പിന്നെ നമ്മൾ വേണ്ടിയിരുന്നില്ലാന്ന് തോന്നി. പക്ഷെ എല്ലാവരും സഹകരിച്ചു. ആ കാര്യം പറയുന്നുള്ളൂ. ഈ മൈക്കിന്റെ മുമ്പിൽ വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല അയ്യപ്പോന്ന് ഇങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മൈക്കിന്റെ മുമ്പിൽ വെച്ച് ഞാൻ വലിയ അങ്ങനൊന്നും അല്ല. ഒരു പൊതുയോഗത്ത് മൈക്കിൽ ശബരിമല സ്വാമി അയ്യപ്പൻ എന്നാണ് വിളിക്കുന്നത്. ആരെ കാണിക്കാനാ? ഇതൊന്നും ശരിയല്ല. അപ്പൊ ആ പോസ്റ്റിന് പറ്റിയ പക്വതയല്ലത്. മനസ്സിലായില്ലേ? വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ സ്ഥാനത്തൊക്കെ വരുന്നവരെയും സൂക്ഷിച്ച് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോ ട്രിവാൻഡ്രത്തുകാരനായ ഒരു വക്കീൽ അദ്ദേഹത്തിന്റെ പ്രസിഡന്റായിരുന്നു ഞാൻ മിനിസ്റ്ററായിട്ടപ്പോ. എത്ര പെർഫെക്റ്റ് ആയിരുന്നു, എത്ര പെർഫെക്റ്റ് ആയിരുന്നു. പാർട്ടിക്കാരനായിരുന്നു, പക്ഷെ എത്ര പെർഫെക്റ്റ് ആയിരുന്നു. ഒരാരോപണം ഉന്നയിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരാളെ വന്ന് പ്രസിഡന്റായിട്ട്. പലപ്പോഴും ഇതിന്റെ ഭാരവാഹികളായി വരുന്നവരുടെ അപക്വതകളും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമാണ്. എന്തായാലും ദൈവത്തിന്റെ കാര്യം ഞങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ രാവിലെ അമ്പലങ്ങളിൽ പോയി തൊഴുന്നവല്ല. ഞങ്ങളുടെ വീട്ടുകാർ പോകാറുണ്ട്, ഒരു തടസ്സമൊന്നുമില്ല. പാർട്ടി മെമ്പർമാർ പോയി അങ്ങനെ ആവുമ്പോൾ പിന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എതിർപ്പ് പറയത്തില്ലേ? അവിടെ നമ്മൾ പോകുന്നില്ലല്ലോ. അതുകൊണ്ടാ നമ്മൾ ഒരിടത്തും പോവില്ല, എല്ലാത്തിനെയും സംരക്ഷിക്കും. അങ്ങനെ ആയിരുന്നല്ലോ. കാരണം ഒരു ദിവസം തന്നെ 2 തവണ മല കയറി ഇറങ്ങിയിട്ടുണ്ട് ശബരിമല, ഒറ്റ ദിവസം. എല്ലാ കാര്യങ്ങളും നോക്കുക. ഞാൻ പറഞ്ഞത് സൂക്ഷിച്ചത് കൈകാര്യം ചെയ്യണം. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. വളരെ സൂക്ഷിച്ചു. അതായത് സത്യം, നീതി, അഴിമതി രാഹിത്യം, വിശ്വാസികൾക്ക് സൗകര്യം ഉണ്ടാക്കാനുള്ള, അവിടെ ആരാധന നടപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അതുമാത്രമാണ് ഗവൺമെന്റിന്റെ ജോലി, അല്ലെ മന്ത്രിമാരുടെ ജോലി. അതനുസരിച്ചാണ് VS ഗവൺമെന്റ് കാലത്ത് പ്രവർത്തിച്ചത്. ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായെന്നല്ല, അങ്ങനെ പ്രവർത്തിച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായെന്നല്ല ഈ പറയുന്നത്. ആരും പ്രകോപിതരാവേണ്ട കാര്യമില്ല. ശരി.